ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് കംപ്ലീറ്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ബ്രെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് റീറൈറ്റ് ചെയ്യാനും സാധിച്ചാലോ അത് 100% സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു മെത്തേഡ്. വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് ബ്രോനോസ്. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോടോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനോടോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുന്ന ഒരു നന്ദി സൂചനയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചുമ്മാ ഒന്ന് ലാസ്റ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി. ആ സമയത്ത് കിട്ടിയ അതേ ഫീല്, ആ ഒരു ഫീല് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ മുന്നേ ടെൻഷൻ അടിച്ചതോ അല്ലെങ്കിൽ വിഷമിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമോഷൻസ്, ആ നെഗറ്റിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഇമോഷൻസിനെ മെമ്മറീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു അന്ന് അനുഭവിച്ച അതേ ടെൻഷനും അതേ വിഷമവും നിങ്ങൾക്ക് പിന്നീട് ആ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തത്. ഈ നെഗറ്റീവ് തോട്ട്സിനെ നെഗറ്റീവായിട്ട് ഒരിക്കലും നമ്മുടെ ബ്രെയിൻ സൂക്ഷിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കാര്യം നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എനർജി കൂടിയേ തീരുള്ളൂ. അതുകൊണ്ടാണ് ഈ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജീനെ നമുക്ക് അത്യാവശ്യമാണ്. അതായത് ബ്രെയിനിൻ്റെ നല്ല വർക്കിങ്ങിന് വേണ്ടിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതുകൊണ്ട് മാത്രമല്ല ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ ബ്രെയിനിനെ ലിറ്ററലി ചേഞ്ച് ചെയ്യും. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഷേപ്പ് മാറും. അതായത് ഷേപ്പ് മാറുമെന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോകുന്നല്ല, നമ്മുടെ പുതിയ കണക്ഷൻസ്, ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അതായത് പോസിറ്റീവ് തോട്ട്സ് ആയിട്ടുള്ള കണക്ഷൻസ് മാത്രമേ അപ്പോൾ ബിൽഡ് ചെയ്യുള്ളൂ. നമ്മുടെ മുന്നേ ചിന്തിച്ചുകൊണ്ടിരുന്ന, നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങളെല്ലാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ ഈ പുതിയ കണക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് പുതിയ കണക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഷേപ്പ് മാറുമെന്ന് പറഞ്ഞത്, അല്ലാണ്ട് വേറൊരു രീതിയിലല്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമല്ല. ഇറ്റ്സ് എ ട്രെയിനിങ് ഫോർ ദി ബ്രെയിൻ ടു ഫോക്കസ് ഓൺ ഗുഡ് തിങ്സ്. അതായത് നല്ല കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ പുതിയ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് ഓൾഡ് നെഗറ്റീവ് തോട്ട്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോകും. അതെങ്ങനെ? അതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ്, പുതിയ കണക്ഷൻസ് എപ്പോഴും ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. ആ കണക്ഷൻസിനെ ഏറ്റവും നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ പുതിയ കണക്ഷൻസ്, അതായത് റീറൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ആ റീറൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മുടെ എക്സ്പീരിയൻസും അതേപോലെ നമ്മുടെ പുതിയ തോട്ട്സും ഇതൊക്കെയാണ് ആ ഒരു റീറൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ തോട്ടും നല്ല പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലോ പെട്ടെന്ന് നല്ലൊരു കണക്ഷനും കിട്ടും. അതേപോലെ നമ്മുടെ കംപ്ലീറ്റ് ചിന്തയും മാറും. ഒന്നും കൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോയവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു പ്രായമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചോ. പക്ഷേ നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എല്ലാ സിറ്റുവേഷൻസിനെയും നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാകെ മനുഷ്യന്മാർക്ക് മാത്രമുള്ളൊരു കഴിവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴും നമ്മൾ അഡാപ്റ്റ് ആവുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചൂടുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷനിൽ, ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തൊരു സാഹചര്യത്തിലാണെങ്കിലും മനുഷ്യന്മാരവിടെ സർവൈവ് ചെയ്യുമെന്ന് പറയാനുള്ളതിൻ്റെ റീസൺ ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. അതായത് നമുക്ക് ഏതൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ഈസിലി അഡാപ്റ്റ് ആവാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, നിങ്ങളുടെ ശീലങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം അതൊന്നും സ്ഥിരമല്ല. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അത് അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും നമുക്കങ്ങനെ മാറ്റാൻ പറ്റില്ല. ചില അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ചില അനുഭൂതികളിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് പരിചയപ്പെടുത്താം. സോ ആ ബുക്ക് ഇതാണ്, മാന്ത്രികം. റോണ്ട ബെൻ്റെ മാന്ത്രികം എന്ന് പറയും, മാജിക്, ഇംഗ്ലീഷിൽ മാജിക് എന്ന് പറയും. ഈ ഒരു ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നോർമലായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക. അതായത് ഒരു 21 ദിവസം
ഒരു 21 ദിവസം നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മാജിക്കലായിട്ട് മാറുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ചുമ്മാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ബുക്ക് വായിച്ച് ചുമ്മാ ഓരോ ചാപ്റ്റർ വെച്ചിട്ട് ഡെയിലി നിങ്ങൾ വായിക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടാസ്കുകൾ ചുമ്മാ ഒന്ന് ചെയ്യേ. ആ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു 21 ദിവസം കഴിയുമ്പോൾ തൊട്ട് നിങ്ങളുടെ ചുറ്റിനുള്ള കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. അതേപോലെ അതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ ബുക്കിൽ എന്താണുള്ളത് അത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ചിലപ്പോൾ ഇതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇൻ്റലിജൻസിനെ ചോദ്യം ചെയ്യും. പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട, എങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുക. ഇത് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല, അതിൻ്റെ വയറ് നിറയ്ക്കാനുമല്ല. ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഒരു സവിശേഷത മാത്രമാണ്. അതെപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഇനി ഈ ബുക്ക് മൊത്തത്തിൽ വായിക്കാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യേ ഒരു 21 ദിവസത്തേക്ക്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അത് എല്ലാ ദിവസവും കടക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക. ആ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. ആ എഴുതിയതിന് ശേഷം നന്നായിട്ട് ഫീൽ ചെയ്ത് ആ ഒരു 3 കാര്യത്തിന് ജീവിതത്തിൽ നടന്നതിന് നന്ദി എന്നുള്ളത് നിങ്ങൾ മനസ്സിലോർക്കുക. അത് ശരിക്കും ഫീൽ ചെയ്യണം. അതായത് അന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാര്യമായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അന്ന് ഓർക്കും എന്താണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നത്. ആ കിടക്കുന്നതിന് മുന്നേ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുന്നില്ല. ഏറ്റവും നല്ലത് എന്താണ് എൻ്റെ ലൈഫിൽ ഉണ്ടായെന്നുള്ള കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിലേറ്റവും ബെസ്റ്റ് എന്നുള്ള 3 എണ്ണമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്ന കാര്യം നിങ്ങൾ എഴുതിയിട്ട് അതിനെ അതേ ഫീലിൽ നന്ദി പറയുക. അതിപ്പോൾ ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് ചിലപ്പോൾ സംശയം വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട്, അതായത് വേണമെങ്കിൽ പ്രപഞ്ചത്തോട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പറയാം. അങ്ങനെ അതായത് ഇന്നേക്ക് ഈ ദിവസത്തിൽ എനിക്ക് ഈ സംഭവിച്ച കാര്യത്തിന് നന്ദി എന്നുള്ളത് അതേ ഫീലിൽ പറയാൻ നോക്കുക. ഈ 3 കാര്യങ്ങൾ, അതായത് ഈ ഡെയിലി ഏറ്റവും നല്ല 3 കാര്യങ്ങളെടുത്ത് അത് അതേപോലെ ചെയ്യാം. അതേപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് എന്താ ഫസ്റ്റ് തന്നെ ഇന്നെനിക്ക് ഈ ഒരു നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറഞ്ഞു വേണം നമ്മളെപ്പോഴും ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ. അതേപോലെ ഇന്നേ ദിവസം എനിക്ക് നടക്കാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി, അതായത് അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുക. ഈ അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുമ്പോൾ അതായത് ഈ നടന്നതുപോലെ പറയണം. ഇന്നേ ദിവസം നടക്കുന്ന ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി. അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ 2 കാര്യം കൂടെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഇതൊരു 21 ദിവസം കണ്ടിന്യൂ ചെയ്യേ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തുടക്കത്തിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് 3 കാര്യങ്ങൾ എഴുതുക. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് ഇത് ചെയ്യേ. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ പ്രോബ്ലംസിനെ ആയിരിക്കും നമ്മളെപ്പോഴും കിടക്കുമ്പോഴൊക്കെ എന്താ ചിന്തിക്കുക, അയ്യോ നാളെ എന്തുണ്ട്, വർക്കുണ്ട്, അതുണ്ട്, അത് ഫിനിഷ് ചെയ്യണം, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കിടക്കുമ്പോൾ അത് നമ്മളെ ശരിക്കും എഫക്റ്റ് ചെയ്യും. നമ്മുടെ പിറ്റേ ദിവസവും അന്നത്തെ ദിവസത്തെ മൂഡും കാര്യങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്, അതായത് കിടക്കുന്ന സമയത്തും നമ്മുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും നല്ല കാര്യം, അതേപോലെ രാവിലെ എണീക്കുമ്പോഴും നടക്കാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യത്തിന് നമ്മളിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്യുന്നത് മാറ്റിയിട്ട് നല്ല കാര്യങ്ങളെ മാത്രം നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ എനർജി, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാജിക്കലായിട്ട് മാറാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തിനു പറയുന്നു? നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ, അതായത് നിങ്ങളെന്നും മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ആ ഒരു ആറ്റിറ്റ്യൂഡേ മാറിയിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ആവാൻ തുടങ്ങും. നിങ്ങളുടെ ബ്രെയിനിനെ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാജിക്കലായിട്ടുള്ളൊരു ലൈഫ് റിട്ടേൺ കിട്ടും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങളൊരു 21 ദിവസം ട്രൈ ചെയ്യേ. സോ അടുത്ത ആഴ്ച കാണാം. ഇനി അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതേപോലെ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്ക്. ബൈ.